ഇനി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇറങ്ങിയ മറ്റൊരു പ്രതിഭയെ കാണാം. ഡോക്ടർ ബിജു രമേശിനെ പോലെ പാർട്ടി ഉണ്ടാക്കിയിട്ട് വേണ്ട, ഉള്ള പാർട്ടിക്കാർക്കൊന്ന് മത്സരിച്ചു കൊടുത്താൽ മതി ഈ വല്ലഭനെ. എപ്പോൾ ചാൻസ് ഇട്ടിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുക. അതിപ്പോൾ ഞാൻ ഇപ്പോൾ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് കണ്ട ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഓൾറെഡി ഇവിടുത്തെ സെക്രട്ടറി എല്ലാവരും പറഞ്ഞിരുന്നു മാച്ച് കളിക്കുകയാണ്. അപ്പം കുറേ ലേറ്റായിരുന്നു ആക്ച്വലി, ഒരു 3:34 പറഞ്ഞിരുന്നത്. അപ്പം ഉറപ്പായിട്ടും അടുത്ത തവണ പ്രോപ്പർ മാച്ച് കളിക്കും. ഇതുപോലെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനല്ല, പ്രോപ്പർ മാച്ച് കളിക്കുന്നതന്നെ അത് ക്രിക്കറ്റ് മാത്രമാണ്, അല്ലാണ്ട് സ്വാധീനിക്കാനല്ല. ഞാനൊരു ക്രിക്കറ്ററാണ് ഫസ്റ്റ്. കേട്ടില്ലേ, ഇതൊന്നും ആരെയും സ്വാധീനിക്കാനല്ല. നോർമലായി നടക്കുമ്പോൾ തന്നെ ക്രിക്കറ്റ് കണ്ടാൽ കളിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പ് ചൂടിൽ നോർമൽ അല്ലാതെ നിൽക്കുമ്പോൾ പറയണം. കളി കഴിഞ്ഞപ്പോൾ ആകെ മൊത്തം ഒരു സന്തോഷമുണ്ടല്ലേ? 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അതും തിരുവനന്തപുരത്ത് ഇത്രയും നല്ലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വളരെയധികം റെസ്പെക്റ്റും വളരെയധികം സ്നേഹം എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോർ ദാൻ എ ക്രിക്കറ്റർ ആസ് എ പൊളിറ്റീഷ്യൻ ഓൾസോ കിട്ടുന്നുണ്ട്. അപ്പം കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. പഠിക്കാം, പലതും പഠിക്കാം. വോട്ട് എണ്ണി കഴിയുമ്പോൾ കണക്കും പഠിക്കാം. അതിന് സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പൊളിമിക്സ് മറ്റൊരു പ്രതിഭയെ കാണാൻ പോവുകയാണ്. എല്ലാ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ച മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടിയോട് ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷവും ഓണത്തിന്റെ ജൈവജീവിതം അദ്ദേഹമാണ് വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം പച്ചക്കറിയും അദ്ദേഹം തന്നെയാണ് ഈ ഗ്രാമിക പൊക്കാളി അരി നേരത്തെ ലോഞ്ച് ചെയ്യുന്നത്. അതിന്റെ വിപണനമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രകൃതി കൃഷിയുടെ പ്രചാരകനായും കൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ മമ്മൂട്ടിയെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഞാനിപ്പോ ഇവിടെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ കൃഷി യോഗ്യമായ ഒരുപാട് സ്ഥലങ്ങൾ തരിശായിടുന്നു എന്ന് ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. അങ്ങനെ തരിശായി കിടങ്ങുന്ന സ്ഥലത്ത് വേറെ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങള് സ്ട്രക്ചറുകൾ പണിയണമെന്ന് പറയുന്നു. സർക്കാർ നിലവാരത്തിൽ, സർക്കാർ തലത്തിൽ കൃഷി ഏറ്റെടുത്ത് കൃഷി ഒരു വ്യവസായമായി പ്രഖ്യാപിക്കണം. കൃഷി ഒരു ആർക്കും വേണ്ടാത്തൊരു പരിപാടിയായിട്ട് തള്ളി നിർത്തിയിരിക്കുകയാണ്. കാർഷിക തൊഴിലാളിയെ മാത്രമല്ല, കർഷകനെയും പ്രോത്സാഹിപ്പിക്കണം, കർഷകനെയും രക്ഷപ്പെടുത്തുന്ന ഒരു കൃഷി രീതി അല്ലെങ്കിൽ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. സർക്കാരിന് അങ്ങനെ ഒരു സമീപനമുണ്ടെങ്കിൽ അത് നടപ്പാക്കുന്നതിനുള്ള പദ്ധതിയും അദ്ദേഹം തരും. സിദ്ധാന്തം മാത്രമല്ല, പ്രയോഗ സാധ്യതയുമുണ്ട്. സർക്കാരിന് വേണമെങ്കിൽ കുറെ ആളുകളെ സംഘടിപ്പിച്ചൊരു കമ്പനി ഉണ്ടാക്കി സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ തരിശു നിലങ്ങളിൽ കൃഷി ചെയ്ത്, അതും സ്വാഭാവിക കൃഷിയോ പ്രകൃതി കൃഷിയോ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നെല്ല് ഉത്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഈ റേഷൻ കരിക്ക് വേണ്ടി ആന്ധ്രയിൽ സബ്സിഡി കൊടുത്ത് ഒരുപാട് കൊടുക്കുന്ന കാശിന്റെ പകുതി ഉണ്ടെങ്കിൽ നമുക്കിവിടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യാം. ഗവൺമെന്റ് ഏറ്റെടുക്കണം. റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരി നല്ല അരി ആയിട്ട്, വിഷരഹിത അരി ആയിട്ട്, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഏറ്റവും പുതിയ
അരി, വിഷരഹിതമായ അരി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അത്ര വലിയ പരിചയമൊന്നുള്ള ആളല്ല, എന്നാലും എൻ്റെ ഒരു ആഗ്രഹമെങ്കിലുമായിട്ട് ഇത് കൂട്ടി ദയവേത് ഇതിനകത്ത് സർക്കാർ മുൻകൈ എടുക്കണമെന്നൊരു അഭിപ്രായം ഇപ്പോഴുണ്ട്. ഇപ്പൊ പറയാൻ പറ്റിയ സമയമാണോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും പറയുക. ഇതുതന്നെയാണ് മമ്മുക്ക പറയാൻ പറ്റിയ സമയം. ഇപ്പോൾ പറഞ്ഞാൽ LDF വരും, എല്ലാം ശരിയാകും. അതുറപ്പായ സ്ഥിതിക്ക് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ കണ്ണീരും കിനാവും.